നമസ്കാരം, ഞാൻ ഡോക്ടർ മെറിൻ ടോമി. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക്കിനെ കുറിച്ചാണ്. എല്ലാവരും കേട്ട് മടുത്തെന്നറിയാം. ഡയബറ്റിക്കിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് മടുത്തെന്നറിയാം. എന്നാലും ഞാൻ ശ്രദ്ധിക്കപ്പെട്ട, ഞാൻ ഈ ഒരു ആഴ്ചകളായിട്ട് ഡയബറ്റിനെ കുറിച്ച് പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്ഡേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കാണുന്നത്. ഹ്യൂജ് ഇറെഗുലാരിറ്റീസ് ഇൻ ദ മാറ്റർ ഓഫ് മെഡിസിൻസ് ഇൻ ഇന്ത്യ. How our greedy drug dealers hit the best selling drug in Europe without an operation to improve health. ഇത് വേറെ ആരല്ല, ഡോക്ടർ പ്രേം സ്വാമി എന്ന് പറയുന്ന ഇന്ത്യൻ എൻഡോക്രൈനോളജിസ്റ്റ്. പുള്ളിയുടെ ആർട്ടിക്കിളിൽ പറയുന്നതാണ്. ഡോക്ടർ പ്രേം സ്വാമി എന്ന എൻഡോക്രൈനോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ടുഡേ മോസ്റ്റ് ഓഫ് ദ ഡയബറ്റിക് ട്രീറ്റ്മെന്റ്സ് ആർ ബേസ്ഡ് ഓൺ മെറ്റ്ഫോർമിൻ. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്. മെറ്റ്ഫോർമിൻ ഈസ് എ റോഡ് ടു ഡിസീസ് ആൻഡ് എയർലി ഡെത്ത് എന്നുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മെറ്റ്ഫോർമിന് ഇത്രയും സൈഡ് എഫക്റ്റ് ഉള്ള ഒരു മെഡിസിൻ ആണെന്ന്? മെറ്റ്ഫോർമിന്റെ ഒത്തിരി റിപ്പോർട്ട്സുകൾ കൊറോണ ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട്സൊക്കെ കാണുന്നില്ല. അതായത് ഗൂഗിളിൽ നിന്നൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് ഡോക്ടർ പ്രേംസ്വാമി വന്നിരിക്കുകയാണ്. ഇതുപോലെ മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള നിങ്ങൾക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മെറ്റ്ഫോർമിൻ്റെ കണ്ടന്റ് ചേരുന്ന മറ്റു മെഡിസിൻസ് ആണ് ലൈക്ക് ഗ്ലൈക്കോമെറ്റ്, അതുപോലെ തന്നെ ബാഗോമെറ്റ്, വെറോമെറ്റ്ഫോർമിൻ, അതുപോലെ തന്നെ ഗ്ലൈക്കോൺ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മെഡിസിനും നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് ബ്ലഡിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് തിക്കൻ ചെയ്യാൻ തുടങ്ങും. അതായത് ബ്ലഡ് കട്ടി പിടിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ അപ്പോൾ ഇത് ഇൻസുലിൻ്റെ അളവ് ബോഡിയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ അവയവങ്ങൾ, കിഡ്നി, ലിവർ, ഇതൊക്കെ നശിച്ചു തുടങ്ങും. വേറൊന്നും കൊണ്ടല്ല, നമ്മളെ വയറിൽ കിടക്കുന്ന ആസിഡ്, ഈ ആസിഡ് എല്ലാ ഇന്റേണൽ ഓർഗൻസിലോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ആ ഓർഗൻസിൻ്റെ സെല്ലൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ എല്ലാ ഓർഗൻസ് അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളും നശിക്കാൻ തുടങ്ങും ഈ ഇൻസുലിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് നോർമൽ മീൻസ് നിങ്ങൾ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണെന്ന് കാണുന്നു. ഉടനെ നിങ്ങൾക്ക് ഈ മെഡിസിൻസ് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ 1 മാസം അല്ലെ 2 മാസം ഈ മെഡിസിൻ കഴിക്കുന്നു. എന്നിട്ട് താൽക്കാലികമായിട്ട് കുറവുണ്ടായിരുന്നു. പക്ഷേ ഒരു 2 മാസത്തിന് ശേഷം ഈ മെഡിസിനിൽ നിൽക്കുന്നില്ല നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾ കരുതും ഓക്കെ, ഞാൻ ഫുഡൊന്നും ശരിക്കും നോക്കുന്നില്ലാത്തതുകൊണ്ടാണെന്ന് കരുതി നിങ്ങൾ ആശ്വസിക്കും. എന്നിട്ട് വീണ്ടും ഡോക്ടറിൻ്റെ അടുത്തേലും ഡോക്ടറെ ഞാൻ എന്താ ചെയ്യേണ്ടത്, മെഡിസിൻ മാറ്റണോ? പല ആൾക്കാരും മെഡിസിൻ മാറ്റാണ്ട് വർഷങ്ങളായിട്ട് ഇതാണ് ഷുഗറിൻ്റെ മെഡിസിൻ, സോ ഇത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തേക്കാന്ന് കരുതി കഴിക്കുന്ന ആൾക്കാരുണ്ട്. വീണ്ടും രണ്ടാമത്തെ കൺസൾട്ടേഷനിൽ നിങ്ങൾക്ക് വീണ്ടും ഡോസ് കൂടിയ മെഡിസിൻസ് തരുന്നു. നിങ്ങളത് വീണ്ടും വീട്ടിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം ഇതിങ്ങനെ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കണേ? ഇൻസുലിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ബോഡിയിൽ. ഓരോ തവണയും കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നു, അതായത് ഭയങ്കര ഹൈ ഡോസ് ആയിട്ടുള്ള മെഡിസിൻ കഴിക്കുന്നു, കൺട്രോൾഡ് ആവുന്നു, വീണ്ടും അതിനേക്കാളും കൂടുതൽ പഴയതിനേലും കൂടുതൽ ഷുഗർ ആവുന്നു. ഈ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നാ? ഇന്റേണൽ ഓർഗൻസ് ഡാമേജ് ആവുകയും അതുപോലെ തന്നെ സെൽസ് ഡാമേജ് വരുന്നു. അതുപോലെ ഡിവൈഡ് ആവുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് അബ്നോർമലായിട്ട് ഡിവൈഡ് ആവും. അങ്ങനെയാണ് ഓങ്കോളജിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഡോക്ടർ പറയുന്നുണ്ട് 28% ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ക്യാൻസർ പേഷ്യൻ്റായി മാറുന്നതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്ന ഒന്നാണ് പ്രഷറും കൊളസ്ട്രോളും. അവർക്ക് അതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇതിന് കാരണം കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിനും പ്രഷർ ഉണ്ടാകുന്നതിനുമുള്ള കാരണം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ കൂടി കഴിയുമ്പോൾ റാപ്പിഡ് അക്യുമുലേഷൻ ഉണ്ടാവും ബ്ലഡ് വെസലിൽ കൊളസ്ട്രോൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബ്ലഡ് വെസലിൽ ഈ കൊളസ്ട്രോൾ ഇങ്ങനെ ലൈക്ക് ഫാറ്റ് ഇങ്ങനെ ക്ലോഗ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ബ്ലഡിന്റെ ഫ്ലോ, അതായത് ഓൾറെഡി ഇൻസുലിൻ കൂടുതലായതുകൊണ്ട് ബ്ലഡ് തിക്കനായിരിക്കും. അപ്പം ബ്ലഡിന്റെ ഒഴുക്ക് കുറയാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്ലഡിന്റെ ലൈക്ക് ബ്ലഡ് പ്രഷർ കൂടും. അതാണ് ഓൾമോസ്റ്റ് ആൾക്കാരിലും ഇതുപോലെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഡയബറ്റിക്കാരിൽ അതിൻ്റെ കൂടെ സംഭവിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനൊരു ധാരണയുണ്ട്, ഞങ്ങൾ മരിക്കുന്നിടം വരെ എന്താണേലും ഷുഗർ വന്നു, ഇനി മരിക്കുന്നിടം വരെ ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, അപ്പോൾ ഇതിന് മെഡിസിൻ എടുത്തേക്കാം എന്ന് നിങ്ങൾ സീരിയസ് ആയി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് തലേന്ന് വരെ നിങ്ങൾ ഇങ്ങനെ കരുതും. അതുവരെ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട്, വളരെ അഭിമാനത്തോടുകൂടെ പറയുന്നത് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെഡിസിൻ നിങ്ങൾ എടുക്കുന്നത്
ഒന്നോ രണ്ടോ മെഡിസിൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കുക, നിങ്ങളൊരു ദിവസം കഴിക്കുന്ന ഭക്ഷണം അതിൽ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിലാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അതോ മെഡിസിൻ എടുക്കണതിലാണോ? അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിലാണ് നിങ്ങൾ ആദ്യം ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ലോ കാർബായിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് പ്രോപ്പറായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഫുഡ് സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുക്കുക. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക. അപ്പം ഇന്ന് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രമേഹ രോഗികളാവുന്നതിന് കാരണം തന്നെ നമ്മൾ അബ്ഡോമിനൽ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല. നമുക്ക് പാൻക്രിയാസ് ഒന്നും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ളൊരു ടൈം അവസരവും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടാനുള്ള കാരണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതി, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, മൈദ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ കാർബ് അടങ്ങിയ ഐറ്റംസ്, ജങ്ക് ഫുഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇതിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. മെഡിസിൻ കഴിക്കുന്ന പോലെയല്ല. മെറ്റ്ഫോർമിൻ അല്ലാണ്ട് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കോഫിക്ക് വേണ്ടിയിട്ട് എടുക്കാം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള കാര്യം, ഇൻഡസ് വൈവ എന്ന് പറയുന്ന കമ്പനി ഒരു നല്ല ഫുഡ് സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ട്. കുറച്ച് ആയുർവേദ ഡോക്ടേഴ്സ് കൂടിയിട്ട് തുടങ്ങിയൊരു സംരംഭമാണ്. ചരക സംഹിതയിലൊക്കെ പറയുന്നുണ്ട് നായകർണം, അതുപോലെ തന്നെ ഏകനായകം, ഇതൊക്കെ ഷുഗർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറയാറുണ്ട്. സോ അതുകൊണ്ട് നമുക്കറിയാം കൂർഗിലാണ് നല്ല കോഫി പൗഡറൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കൂർഗിൽ നിന്ന് എടുക്കുന്ന നല്ല ഫസ്റ്റ് ക്വാളിറ്റി കോഫി പൗഡർ അതിൻ്റെ കൂടെ ഈ ഏകനായകവും നായകർണകുരുവും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഡസ് വൈവയുടെ ഒരു പ്രോഡക്റ്റാണ് ഐകോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇത് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഇടപെട്ട ആൾക്കാർക്ക് ഇത് സജസ്റ്റ് ചെയ്ത് അവർക്ക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഐകോഫി എന്ന് പറയുന്ന ഈ ഒരു ഫുഡ് സപ്ലിമെൻറ്റ് 2 ടൈപ്പാണ് ഉള്ളത്. ഇത് ബ്ലാക്ക് ആണ്. ഇനി ഒരു ക്രീമർ എന്ന് പറയുന്ന ഒരു ബോക്സും കൂടെ ഉണ്ട്. ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒട്ടും ഡയബറ്റിക് കൺട്രോളിലല്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഐകോഫി ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇനി ഐകോഫി ക്രീമർ ഉണ്ട്. അത് സ്റ്റാർട്ടിങ്ങുകാർക്ക്, അതായത് ഡയബറ്റിക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കും അതുപോലെ തന്നെ വരാതിരിക്കാനും ഡയബറ്റിക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്രീമർ. ഇതിൽ ഈ ബ്ലാക്ക് കോഫി, അതായത് ബ്ലാക്ക് ഐകോഫീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഡയബറ്റിക്കും ഒക്കെ കണക്ട് ചെയ്ത് വരുന്ന അസുഖങ്ങളാണ്. അതുപോലെ തന്നെ PCOD മെയിനായിട്ട് നമ്മൾ മെറ്റ്ഫോർമിനൊക്കെ കൂടുതലും PCOD കേസുകളിലൊക്കെ സ്ത്രീകൾ പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നതാണ്. PCOSനൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് വേണ്ടി. അപ്പോൾ അത് കഴിക്കുന്ന ആൾക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ലിപ്പിഡ് ലെവലൊക്കെ കറക്റ്റ് ആക്കാനായിട്ട് ഇത് സഹായിക്കും. നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. അങ്ങനെ വലിയ പഥ്യം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് എടുക്കുന്നത് പ്രോപ്പറായിട്ട് എടുക്കുക. പിന്നെ 6 മാസം കഴിക്കാൻ പറ്റില്ലാത്ത ആൾക്കാർ ഒരിക്കലും ഇത് ട്രൈ ചെയ്യാതിരിക്കുക. 6 മാസത്തിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. കാരണം വില ഓർത്തിട്ട് ആരും വാങ്ങിക്കാതിരിക്കല്. കാരണം നല്ല റിസൾട്ടുള്ള 100% ഷുവറാണ്, നിങ്ങൾക്ക് റിസൾട്ട് എന്താണെങ്കിലും കിട്ടും. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരു സൈഡേ നമ്മൾ മെഡിസിൻ എടുക്കുന്നു, ഒരു സൈഡേ നമുക്ക് വേണ്ട രീതിയിൽ ഫുഡ് കഴിക്കുന്നു. ആ ഒരു ശീലം നമ്മൾ മാറ്റേണ്ടതാണ്. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്താണേലും ഇത് വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ടെസ്റ്റുകളൊന്ന് പോയി നടത്തുക. എന്നിട്ട് വെച്ചിട്ട് നിങ്ങൾ കഴിച്ചതിന് ശേഷമുള്ള റിസൾട്ട് നോക്കാം. ഒത്തിരി നാളായിട്ട് ഡയബറ്റീസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്സ്, കോഫിയൊക്കെ മെൻ്റൽ സ്ട്രെസ്സിന് അടിപൊളിയാണ്. അപ്പോൾ മെൻ്റൽ സ്ട്രെസ്സ് ഒക്കെ ഉള്ള ആൾക്കാർ ഇത് വാങ്ങിച്ച് കഴിക്കുക, ഹെൽത്ത് സംരക്ഷിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.